മലയാളി. ഹായ്, ഐ എം ടോണി. അന്നമ്മ. അന്നമ്മേ? വായുടെ ഒറ്റക്കാണോ? അത് ഈ ഏരിയ അത്ര ശരിയില്ല, പെട്ടെന്ന് പട്ടിയായിക്കും. ടോണി, എനിക്ക് എന്റെ ഹോട്ടലിൽ പോണം, പക്ഷേ വഴി അറിയില്ല. ഇവിടെ പണി കിട്ടൂടാ. അപ്പൊ ശരി, പോയി, ഞാൻ പോട്ടെ. അയ്യോ, എനിക്ക് ഹോട്ടലിൽ പോണം. ഞാനിപ്പോ എന്താ ചെയ്യാ? ആണോ? അതറിയാം മോളെ. ബാ, ഇവിടെ താമസിക്കണമെന്നറിയോ? എന്താ ഇവിടെ? കാസ ബ്രസീൽ. കാസ ബ്രസീൽ. ഇല്ല. Kiraya saya oh mamam dia pelikurite kaya kaya amilatakina saya oh mia kiraya saya ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുതട്ടോ. ശരിക്കും വായിക്കുന്നതാണ് ജോലി. I'm a nurse. I mean, I was. അത് നമ്മളെ പോലെ അന്തസ്സോ ആഭിജാതിയുള്ള ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമല്ല. അതെന്താ? നമ്മുടെ ഈ ബോംബെയിലെ റെഡ് സ്ട്രീറ്റ് ഒക്കെ അതേപോലത്തെ ഒരു ഏരിയ ആണ്. മനസ്സിലായോ? അത് മാത്രമല്ല, അതുണ്ടാ അവിടെയൊക്കെ ഫുൾ സിനിമ കൊടുത്തു. മലയാളം നമ്മുടെ നാട്ടിലെ മറ്റേ ആസിഫലി ഫാസ്റ്റ് ഫാസ്റ്റിലെ പടം പോലത്തെ പടമല്ല. പിന്നെ നല്ല ന്യൂ ജനറേഷൻ. എന്തോ വെച്ചാ ഞാൻ അടിവിച്ചു. This place not good. But that lady manager, very nice. Calls me butterfly. Butterfly? Night butterfly? Yes. Kupu malam? Yeah. Ana meaning എന്താ അറിയോ വായിക്ക്? Prostitute. Hey, bye. Ready? Hey, you call me? You call me prostitute? You ugly fucking daddy. Kupu malam. Illodi. Kollu njanada. Get out. എന്റെ കർത്താവേ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കാശ് വല്ലതും ഉണ്ടോ? കാശ് ആ ബാഗ് പോയി. എന്തായാലും ബായ്, വാ, നമുക്ക് നടപടി ഉണ്ടാക്കാം. പിടിച്ചേ ബാ, ബായ്. എന്നെ ഒരു ബ്രദറായിട്ട് കണ്ടാവുന്നു. വാ, കേറുന്നു. വാ. kiraya saya oh mamam dia pelikurite kaya kaya amilatakina saya അവളെന്താ അങ്ങനെ പറഞ്ഞത്? അത് കുഴപ്പമൊന്നുമില്ല, അത് വീട്ടിൽ പോയി അതങ്ങനെ സ്ഥലമാണെന്നത്. amilatakina saya oh minate kupa takina kumaka ila minate kumaka. Yes, come on. Hey മകേ, what's up? കമ്പനിയുടെ നല്ല ടിപ്പ് കിട്ടും. ഇത് മുഴുവനും ഹോട്ടലാ? ഇതൊക്കെ നമ്മുടെ ഏരിയല്ലേ? വേണ്ട. ഇതാണ് എന്റെ കമ്പനിക്കാരൻ ഗല്ലി. ഗല്ലിയോ? ഗല്ലി എന്ന് വെച്ചാൽ താമസിക്കുന്ന സ്ഥലം. അവർക്ക് ഈ ഹോട്ടലാണ് ജോലി. ടോണിക്ക് എന്താ ജോലി? ഞാൻ ഷെഫ്. ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് കണ്ടല്ലേ? നമ്മ ചെറിയ ഷെഫൊക്കെ ആണെങ്കിലും റിച്ച് സെറ്റപ്പിലെ ജീവിക്കാറുള്ളു. ഇത് രണ്ടെണ്ണം റിനോവേഷൻ ഇട്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അത്ര സ്റ്റേ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? വാ, come on. Yeah.
ബൈ. എത്തിപ്പോയി. വാ, വലത്തേക്കാൾ ചോദിക്കും, ഒന്നും മേടിക്കണ്ട. നീ ഇവിടെ ഉണ്ടായിരുന്നോ? മൈക്കിളെ, ഇത് അന്നമ്മ, അന്നമ്മേ ഇത് മൈക്കിള്. വല്ല കാര്യം. മൈക്കിൾ നമ്മുടെ ഈ ഫോറിനേഴ്സിനേക്ക് മുങ്ങാൻ പഠിപ്പിക്കണം. സ്കൂബ ഡൈവിംഗ്. സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയണത്, പക്ഷെ മീൻ പിടുത്തൊക്കെയാണ്. നീ എന്താണ് ഇവിടെ? அந்த ரூமி தண்ணி வரல. Who you see? ഇവളെന്റെ ഫ്രണ്ട്, പിന്നെ നമ്മുടെ എല്ലാരും റൂംമേറ്റും. Okay. Hi, I am Tara. ഇവിടെ നമ്മുടെ ഹോട്ടലിൽ തന്നെ ജോലിയാണത്, മസാജ് തെറാപ്പിസ്റ്റ് ആണ്. ഓ, നീങ്ക മലയാളിയാ? ഞാൻ വന്ന് തമിഴ്. എനിക്ക് നിങ്ങൾ ആരെയും വേണ്ട, എനിക്ക് അന്നനെ മാത്രം മതി. അന്നമ്മ. ആഹാ, അന്നമ്മ കണ്ട ആ പേര് രണ്ടൊരു തരുമ. അന്നമ്മക്കറിയാമോ, ഈ കച്ചറകളൊക്കെ മലയാളം പഠിപ്പിച്ച് ഞാൻ മടുത്ത്. ഇത്രയും കാലോട്ട് മര്യാദക്ക് ഇഴാന്ന് പറയാൻ കൂടി പഠിച്ചിട്ടില്ല. കഴുതകള് ഇനിയിപ്പോ സ്വന്തം ഭാഷ സംസാരിക്കുന്ന ആളല്ല. അയ്യോ, ചോദിക്കാൻ പറഞ്ഞു, നാട് എവിടെയാണ്? കോട്ടയം. ആണാ? ഞാൻ ഫോട്ടോ വെച്ച്. അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കില്ല മച്ചാനെ, വിടൂല ഞാൻ. ഒരു മലയാളം കിട്ടി ഇപ്പോഴാണ് നമുക്ക് ഈ ബാലിയിൽ അങ്ങനെ അടിച്ചു പിടിച്ച് കൂടാനമ്മേ. പ്രിപ്പയർ பண்ணணும்ல. പ്രിപ്പയർ பண்ணാനാ ആഗ്രഹമില്ലാണ്ടല്ലേ പെണ്ണേ. ലീവ് തരണ്ടേ മേനത്? What the hell is this? This is a milkshake. അല്ലേ? അതെ. You call this a milkshake? You know our hotel should be proud. We have the only chef in the whole world who can't make a milkshake. Idiots can make a milkshake. Sir, and leave കാര്യം. You want leave? Learn how to cook first. Then we will see. ஏண்டா உனக்கு கொஞ்சம் கூட டைமிங் கிடையாதா? ലീവ് മാറ്റർസ് അത് പിടിച്ച്. എന്തായാലും അവന്റെ വാലിക്കണ കേൾക്കേണ്ടി വരും. അവനെ എന്നെ മിൽക്ക് ഷേക്ക് ആയിട്ടൊക്കെ പഠിപ്പിക്കണ്. കൊച്ചിക്കാരുടെ അടുത്ത് അവന്റെ കളി. ടോൺ എടുത്ത് കളിച്ചാ പണി മിൽക്ക് ഷേക്കിൽ കിട്ടും. അയ്യോ. Milkshake. Now that's what I call a real milkshake. Thank you, sir. Thank you. Fantastic. അങ്ങനൊന്നുമില്ല. You Malayalis won't do a thing right till your ass gets kicked. You can take leave now. Thank you, sir. എനിക്ക് എന്റെ അന്നമ്മയെ തിരിച്ചു വേണം. അതെ, അതിന് എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ചേട്ടാ പറ്റില്ലെന്ന് പറയില്ല ചേട്ടാ. പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, കാലുടിക്കാൻ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് സഹായിക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. മീശ ചേട്ടാ എന്തോ. പക്ഷെ ഇതൊക്കെ സംസാരിക്കേണ്ടത് ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെ? എന്റെ ചേട്ടാ, മര്യാദയ്ക്ക് അപ്പനും അമ്മച്ചിയും പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്റെ വീട്ടിലിരിക്കേണ്ട പെണ്ണ ഇപ്പൊ കണ്ടോമാരുടെ കൂടെ എന്റെ മുന്നിൽ കിടന്ന് കൂത്താടുന്നേ. എന്നാ ചിക്കൻ വേണ്ട, അതെന്നാ? അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടം മച്ചാൻ അന്നമ്മ കിട്ട് കട്ട പോസ്റ്റ് കൊടുത്തിട്ട് ഇങ്ങോട്ട് സ്കൂട്ടായത്. മച്ചാനെ, അവൾ ഇങ്ങനെ മാറുന്നു ഞാൻ അറിഞ്ഞോ? മച്ചാ ഫിഷ് കഴിക്കും. അതെ, അവിടെ പള്ളിയും പട്ടക്കാരുടെ നടന്ന പെണ്ണ. അന്നൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല. അവിടെ വെറും ചാള നടന്ന പെണ്ണ. ഇവിടെ ഒന്നും നമുക്ക് മത്സ്യം പോലെ. എടാ മോനെ, പോയത് പോയി.
എടാ നിന്റെ കാമുകിക്ക് എന്താണ് ഒരു കുറവ്? അവള് നല്ല അല്ലേ? ചേട്ടൻ കണ്ടിട്ടില്ലേ അവൾ എനിക്കിട്ട് പെരുമാറുന്നേ? അത് പിന്നെ പോട്ടെ, അവക്കേ എന്താണ് 4 തവണ അവളാ പോടാ. ചിലപ്പോ 10 തവണ വരെ പോകാറുണ്ട്. 10? ഒന്നുമില്ല. പറയടാ. അത് പിന്നെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. നല്ല അസല് പൂത്ത കാശ്. ഇവിടെ ഒന്നൊന്ന് അടിച്ചു പൊളിക്കാന്ന് കരുതിയതാ. ഇപ്പൊ രാവിലെ അടുക്കളയിലും വൈകുന്നേരം ബെഡ്റൂമിലും അടിമപ്പണിയെ. ഞാൻ ഈ പൊക്കമൊക്കെ വെച്ച് എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എന്നാലും സണ്ണി പോയി 4 തവണ എന്നൊക്കെ പറയുമ്പോ നടക്കണ? ഈടാ അതൊക്കെ ഓരോരോ ടൈംസ് പോലെ ഇരിക്കും. അല്ല മച്ചാൻ, ഈ 4 തവണ എന്റെ മച്ചാനെ അത് വിട്. എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. അന്നമ്മയും കൊണ്ട് നാട്ടിൽ ചെന്നില്ലെങ്കിൽ അപ്പച്ചൻ എന്നെ വീട്ടിൽ കയറ്റൂല. ഇനി നിങ്ങൾ വിചാരിച്ചാൽ എന്തിനും നടത്താൻ പറ്റൂ. മോനെ ചാണ്ടി വിട്ടോടാ. ആ, ആ, അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ അക്കടെ ഈലിയെന്ന് മച്ചാൻ വിട്ടു. അല്ല മച്ചാനെ, എന്റെ കള്ള്, എന്റെ ഫിഷ്, എന്റെ ചിക്കൻ ചില്ലി നമുക്ക് ശരിയാക്കാന്ന്. എന്താണ് ചലിക്ക് ചാണ്ടി. ചാടിക്കാനും പണി തരുമോ കർത്താവേ? അല്ല ഈ 4 ടൈംസ് ഒക്കെ മുന്നേ വെറുതെ പറഞ്ഞായിരിക്കും. ഓ, അതല്ലേ? ഒന്നുമില്ല ഞാനേ. പിന്നെ those times. But a chicken or taste yummy. പൊളിച്ച്. You should have seen his monda. അവനെന്ത് സൈസ് പൊട്ടാണ്. ആ സണിച്ചാ, നമ്മുടെ ചാണ്ടിക്കിട്ട് കൊടുത്ത പണിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അന്ത പിടിതാ വേണോ? സണ്ണിച്ച, നമ്മുടെ അണ്ണമ്മയ്ക്കാകെ ഒരു ഡള്ള്. എന്തു പറ്റി? വന്നപ്പോ മുതൽ ഷീസ് ടെല്ലിംഗ് ഈ ഐലൻഡ് ഫുൾ കങ്ങറണോ. കറങ്ങണോ? കറങ്ങണം. ബട്ട് ഇവന്റെ ചേട്ടൻ ലീവ് തരണില്ല. Who knows Bali better than you, സണ്ണിച്ച? അണ്ണമ്മയും കൊണ്ടൊരു ട്രിപ്പ് പോണം. എപ്പ പോണം? ഞാൻ റെഡി. എന്റെ കെട്ടുറപ്പിച്ചപ്പോ ചാണ്ടിയുടെ വീട്ടുകാര് ജോലിക്ക് പോണ്ടാന്ന് പറഞ്ഞു. എന്റെ പ്ലാൻ എന്താണെന്ന് ആരും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞുമില്ല. അവന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കായിരുന്നു. ഇനിയും ടൈം കിടക്കണ്ടല്ലോ ഭായി. എന്തായാലും കല്യാണം നടക്കാൻ നന്നായി. അവനാ ഇന്തോനേഷ്യക്കാരി പെണ്ണിനെയാണ് നല്ലതെന്ന്. അന്നമ്മോ തല്ലിക്കൊന്നാലും ചാവൂല ശവത്തിന. അപ്പച്ചൻ എന്നെ അങ്ങ് തിരിച്ചു വിളിച്ചു. എന്നെ കാണലും ഞാൻ അവരുടെ ഒരേ ഒരു മോനല്ലയോ. ആ അതെ 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 അതെ, പുന്നാരമോൻ. ഭാഗ്യത്തിന് ആ മൂദേവി ഇവിടെ ഇല്ല. ഫോറിൻ ടൂർ പോയേക്കുവാ. തിരിച്ചു വരുമ്പോ ചാണ്ടി ഇവിടെ കാണില്ല. ആ അപ്പൊ ആ പെണ്ണൻ രക്ഷപ്പെട്ടു. പോടാ നീ പോടാ. എണിക്കടി. എന്നെ കാണലും അന്ന മോൾ ആളാകെ മാറി. ഇപ്പോഴാണ് മോൾ അച്ചായന്റെ ഒരു റേഞ്ചൊക്കെ ഒന്ന് എത്തിയത്. എന്നെ തേടി നീ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോടുള്ള സ്നേഹം. ഇടയ്ക്ക് വെച്ച് മോൾ ഈ ലോക്കൽസിനോട് കൂടിയെങ്കിലും അച്ചായന് മോളോട് ദേഷ്യമൊന്നുമില്ല. ശരിക്കും ദേഷ്യമില്ലടി. ആ നീങ്ങ വന്നേ. ആ കമ്മ മറി. എന്തായാലും അച്ചായൻ നീ നാട്ടിലേക്കല്ലേ, മോളോട് പോര്. വീട്ടിൽ നമുക്ക് സംസാരിക്കാം. ഞാൻ കെട്ടുവാണെങ്കിൽ നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഈ ചാണ്ടിച്ചായൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഒന്ന് ചിരിക്കണോ? ചിരിച്ചതേ താങ്ക് യു. ബൈ. ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകളാണ് എനിക്ക് കിട്ടിയത്. സണ്ണിച്ചായൻ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതെല്ലാം മിസ് ചെയ്തേനെ. സണ്ണിച്ചായനും കൂട്ടുകാരും കൂടി എന്നെ കുറെ മാറ്റി.
ലോകത്തൊരാൾക്കും മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല. ഇപ്പോ ഈ കാണുന്നതാണ് അന്നമ്മ. അത് മനസ്സിലാക്കാൻ തനിക്ക് കുറെ സമയം വേണ്ടി വന്നു. അത് മനസ്സിലായപ്പോ യു ചേഞ്ച് യുവർ സെൽഫ്. അതിന് ഞങ്ങളോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഐ എം ഗോയിങ് ഹോം. ഇനി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ചു തുടങ്ങണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ എല്ലാരും പ്രേതത്തെ കണ്ട പോലെ നിക്കുന്നത്? മിണ്ടാതിരിക്കടാ സത്തെ. ഞാൻ ചേച്ചി ഗ്ലാമർ എന്നല്ലേ പറഞ്ഞോളൂ. നീ അങ്ങനൊന്നും പറയണ്ട ഇപ്പൊ. ഇതിപ്പോ എന്ത് കോലാ മോളെ? നീ മുടിയിൽ എണ്ണയൊന്നും തേക്കാറില്ലേ? അടിപൊളിയായിട്ട് ചേച്ചി. നീ മിണ്ടിയേക്കരുത്. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ. എന്റെ മാതാവേ, ഇത് എന്നതാ മോളെ? നീ ആ ചാണ്ടിയെ കണ്ടോ? കണ്ടു. നീ എന്താ ഞങ്ങളോട് നുണ പറഞ്ഞു പോയത്? സത്യം പറഞ്ഞ അമ്മച്ചി എന്നെ പോകാൻ അനുവദിക്കായിരുന്നോ? അവനെ കണ്ടിട്ട് അവനെ മോന്തിക്കിട്ട് ഓടിച്ചോ? എന്താ മോളെ? അവൻ എന്റെ പാസ്റ്റിലാ അമ്മച്ചി. ഇപ്പൊ എനിക്ക് കഴിഞ്ഞതിനെ കുറിച്ച് വിഷമവുമില്ല, വരാനിരിക്കുന്നതിനെ പേടിയുമില്ല. ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ എന്റെ തീരുമാനം. എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു. ജോലിക്കോ? അല്ല മോളെ, അപ്പൊ കല്യാണോ? ഞങ്ങൾ നിനക്ക് വേണ്ടി നല്ലൊരു ചെക്കനെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്മച്ചി, എനിക്കിപ്പോ കല്യാണം വേണ്ട. എനിക്കിപ്പോ വലുത് എന്റെ കരിയറാ. അത് എവിടെയെങ്കിലും ഒക്കെ എത്തിയിട്ട് നമുക്ക് പിന്നെ ആലോചിക്കാം, അല്ലേ പപ്പ? ആ, മോള് പറഞ്ഞാ ശരി. ഇപ്പൊ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ജോജിക്കട്ടെ വാ. ഇവിടെ. എനിക്ക് ആകെ ഒരു വിഷമേ ഉള്ളൂ. ആ ചാണ്ടിക്കിട്ട് ഒരു പണി കൊടുക്കണമായിരുന്നു.